ഹലോ, നമുക്കൊരു ക്രീമി യമ്മി വൈറ്റ് സോസ് പാസ്ത ഉണ്ടാക്കിയാലോ? അതിനുവേണ്ടി ആദ്യം തന്നെ നമുക്ക് പാസ്ത ഒന്ന് വേവിച്ച് മാറ്റി വയ്ക്കാം കേട്ടോ. ഞാനിവിടെ പെനെ പാസ്തയാണ് എടുത്തത്. അത് കഴിഞ്ഞിട്ട് വേറൊരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ബട്ടർ നന്നായിട്ട് ചൂടാക്കിയിട്ട് ആദ്യം നമുക്കിതിലേക്ക് കുറച്ച് ഗാർലിക് ഇട്ട് കൊടുക്കാം. ഗാർലിക് ഒന്ന് സോട്ടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ ഇതിലേക്ക് സവാള, പിന്നെ ക്യാരറ്റ്, ക്യാപ്സിക്കം, പിന്നെ ഞാൻ മഷ്റൂം ഇട്ട് കൊടുക്കുന്നുണ്ട്. എനിക്ക് സ്വീറ്റ് കോൺ ഇഷ്ടമാണ്, അതിട്ട് കൊടുക്കുന്നുണ്ട്. അതിനൊപ്പം തന്നെ കുട്ടി കുട്ടിയായിട്ട് അരിഞ്ഞു വെച്ച് ചിക്കനും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചിക്കൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപ്പും മുളകും ഒക്കെ ഇട്ടിട്ട് വേറെ വേവിച്ചിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ കുട്ടി കുട്ടിയായിട്ട് ഇതിൻ്റെ ഒപ്പം തന്നെ ഇട്ട് വേവിച്ചെടുക്കുമ്പോൾ അത് നമുക്ക് ഇതിൻ്റെ ഒപ്പം വെജിറ്റബിൾസിൻ്റെ ഒപ്പം തന്നെ വെന്ത് കിട്ടും കേട്ടോ. പിന്നെ ഇതിലേക്ക് ഉപ്പും കുരുമുളക് പൊടിയും പിന്നെ ചില്ലി ഫ്ലേക്സ് കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് സോട്ട് ചെയ്തിട്ട് ആ ഒരു ക്രഞ്ചിനെസ് പോവാതെ തന്നെ നമുക്കത് കുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. എന്നിട്ട് അത് മാറ്റി വയ്ക്കാം. എന്നിട്ട് സോസിന് വേണ്ടിയിട്ട് വേറൊരു പാൻ ചൂടാക്കി അതിലേക്ക് ബട്ടർ ഇട്ടിട്ട് അതിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മൈദയും ഇട്ട് നന്നായിട്ട് അതൊന്ന് കുക്ക് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്കതിലേക്ക് പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അത് നന്നായിട്ട് ഈ കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ടൊരു സോസാക്കി എടുക്കണം കേട്ടോ, കുറുക്കി. എന്നിട്ട് അതിലേക്ക് നമുക്ക് ഈ വേവിച്ച് വെച്ചേക്കുന്ന വെജിറ്റബിൾസും പാസ്തയും ഒക്കെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇതിൻ്റെ പ്രിപ്പറേഷൻ വളരെ ഈസിയാണ് കേട്ടോ. ഈ ഒരു വെജിറ്റബിൾസ് കട്ട് ചെയ്തെടുക്കുന്ന പ്രശ്നമേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് നിങ്ങൾക്ക് ഇനി ക്യാബേജോ ബീൻസോ ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. എനിക്കിതൊക്കെയാണ് കേട്ടോ ഇഷ്ടം. കുറച്ച് സ്വീറ്റായിട്ട് സ്വീറ്റ് കോണും ഒക്കെ കൂടെ കിടക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കുക്കിംഗ് ക്രീം കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അത് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. സീസണിങ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഇടാം കേട്ടോ. ഞാൻ ഒറിഗാനോ ആണ് ഇടുന്നത്. നിങ്ങൾക്ക് പാസ്ത സീസണിങ് ഉണ്ടെങ്കിൽ അത് ഇടാം, പിസയുടേത് വേണമെങ്കിലും ഇടാം, കയ്യിലുള്ള എന്ത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അതിലേക്ക് അവസാനമായിട്ട് കുറച്ച് ചീസും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ചീസും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഇടാം കേട്ടോ, മൊസറല്ലയോ പാംസണോ ഏത് വേണമെങ്കിലും ഇടാവേ. എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്ത് ആ ചീസൊക്കെ നന്നായിട്ട് മെൽറ്റ് ആവുന്നത് വരെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ, വളരെ ഈസിയാണ്. എല്ലാവർക്കും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തെടുത്ത് ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. അടുത്തവരേക്കും ചാച്ചാ.